സ്നേഹത്തുമ്പി നല്ല പാട്ട്. ഞാനില്ലേ കൂടെ പറയാതെന്നാരോമൽ തുമ്പി നീയില്ലെങ്കിൽ. നമസ്കാരം. നമസ്കാരം. എന്റെ പേര് കവിത. ഇതെന്റെ ഹസ്ബൻഡ് സ്നേഹജൻ. കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായി. ഒരുപാട് ഡോക്ടർമാരെ കണ്ട് ഒരുപാട് ഹോസ്പിറ്റലിൽ പോയി, പക്ഷെ ഒന്നും കൊണ്ടൊരു ഫലമില്ല. അങ്ങനെയാണെ നിങ്ങളൊരു ഗൈനക്കോളജിനെ കാണും. അയ്യോ അതല്ല ഞങ്ങളുടെ പ്രശ്നം. ജീവിതത്തിന്റെ ഒരു വലിയൊരു ടേണിംഗ് പോയിന്റിലാണ് ഞാൻ നിൽക്കുന്നത് ചേട്ടാ. വലത്തോട്ട് തിരിയണോ ഇടത്തോട്ട് തിരിയണോ എന്ന് പോലും എനിക്ക് അറിയാൻ പാടില്ല. വേണ്ട, ഇടത്തോട്ട് തിരിയാം. ഇത് തന്നെയാണ് എന്റെ പ്രശ്നം. ഏതൊരു ഭാര്യയാണ് ആഗ്രഹിക്കുന്നത്? ഒരു വഴക്ക്. കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായി. ഒരു വഴക്ക് എന്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിട്ടില്ല. ഇതുവരെ ഉണ്ടായിട്ടില്ലേ? എന്റെ ചേട്ടാ സ്നേഹിച്ച് എന്നെ ഈ മനുഷ്യൻ കൊല്ലുവാണ്. ഒരു ഭാര്യയായി എനിക്ക് ആഗ്രഹമില്ലേ ഒന്ന് വഴക്കടിക്കണം. എലിനെ ഒരു കുഞ്ഞു കാലത്തിന് പോലും വഴക്കില്ല. എനിക്ക് എന്തോരം ആഗ്രഹം ഉണ്ടെന്നറിയോ? ഒച്ചത്തിലൊന്ന് വഴക്ക് പറയണമെന്ന്. എനിക്ക് എന്റെ ഒരു ആഗ്രഹം ഞാൻ പറയട്ടെ. നമ്മളൊരു കറി ഉണ്ടാക്കി കൊടുക്കുമ്പോ എന്തൊരു ഇന്നത്തെ എന്തൊരു എരിവാണ് എന്നും പറഞ്ഞോണ്ട് ആ ചോറും പാത്രം എടുത്തേറിയണം. ആ ഒരു ഒച്ച കേട്ടിട്ട് അയൽപക്കത്തുള്ളവർ ഓടി വരണം. എന്താ പ്രശ്നം, എന്താ ഇവിടെ എന്താ? അപ്പൊ ഞാൻ ഇവിടെ ഭയങ്കര വഴക്കാണ്. ആ നാണക്കേട് ഭയന്ന് ഡ്രസ് എല്ലാം പാക്ക് ചെയ്ത് ഞാൻ എന്റെ വീട്ടിലോട്ട് പോകണം. എന്നിട്ട് പുറകെ ചേട്ടൻ എന്നെ വിളിക്കാൻ വേണ്ടി വരണം. അതൊക്കെ എനിക്ക് ആഗ്രഹമില്ല അങ്ങനെ ഉണ്ടാവണോന്ന്. ഇത്രയും കലാവും ഇല്ലെങ്കിൽ അത്യാവശ്യം ഒന്ന് വഴക്ക് ഒക്കെ വേണം. കാരണം നമ്മൾ പറയുന്നത് തട്ടിയും മുട്ടിയാണ് ജീവിതം. ആ വഴക്കൊക്കെ മാറ്റിയിട്ട് എന്നെയും കൊണ്ട് വീട്ടിൽ വരണം, എന്നിട്ടൊന്ന് സ്നേഹിക്കണം. ഇതൊക്കെയല്ലേ ആഗ്രഹം. എലിനെ ഹസ്ബൻഡും കൂടെ വീട്ടിൽ വഴക്കുണ്ടാവത്തില്ലേ? പിന്നെ അപ്പൊ എന്താ സാധാരണ ചെയ്യാറ്? ഭയങ്കര ദേഷ്യത്തിൽ ഇറിറ്റേറ്റഡ് ആയിട്ടാണെങ്കിലും നമ്മള് കിടക്കുന്ന സമയത്താണ് ഞാൻ കൂടുതലും അത് എക്സ്പ്രസ് ചെയ്യുക. അതായത് ഞാൻ അങ്ങ് തിരിഞ്ഞു കിടക്കും. ഇതുവാണെങ്കിൽ എന്ത് ചെയ്യും? ഞാനും അങ്ങനെ തന്നെ. വഴക്കുണ്ടാവുമ്പോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കും. പക്ഷിച്ചാണെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ അങ്ങ് തിരിഞ്ഞു കിടക്കും. ഇത് തന്നെയാണ് ഞാനും ചെയ്യുന്നത്. വഴക്കുണ്ടാക്കാറില്ല, മനഃപൂർവ്വം ഞാൻ തിരിഞ്ഞു കിടക്കും. തിരിഞ്ഞു കിടക്കുമ്പോ ഈ സ്നേഹൻ ചേട്ടൻ എന്താണെന്നറിയോ ചെയ്യുന്നത്? അങ്ങനെ കട്ടിലിന്റെ അങ്ങനെ കൂടെ വന്നിട്ട് എന്റെ സൈഡിലേക്ക് നോക്കി കിടന്നിട്ട് എന്നെ നോക്കി ഇങ്ങനെ ചിരിച്ചോണ്ട് കിടക്കും. പക്ഷെ ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടുന്നത് നല്ലതാണ്. അയ്യോ, എനിക്ക് ഇങ്ങനത്തെ ഭർത്താവിനെ വേണ്ട. ചേച്ചിയുടെ സൈഡിൽ നോക്കുവാണെങ്കിലേ സ്നേഹിച്ച് പറയുമ്പോൾ നമുക്ക് ഒരു ഇമോഷനും കൂടെ വേറെ തോന്നും. നമ്മുടെ നാട്ടുകാരൊക്കെ എന്നെ മൊണ്ണേഷ് എന്ന് വിളിക്കും. വെറുതെ ആൾക്കാരെ പലതും പറയൂല. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വീർപ്പുമുട്ടലാണ്. ഇങ്ങനെ എന്നെ സ്നേഹിക്കണ്ട. എനിക്ക് കുറച്ച് വഴക്കും ഇടിയും ഒച്ചവെക്കലും അതൊക്കെയാണ് ഇഷ്ടം. ഒരു ദിവസം ഞാൻ തമാശക്ക് ചോദിച്ചു ചേട്ടനോട്, ചേട്ടാ ഈ ലോകത്തിന് എത്ര തൂക്കം ഉണ്ടാവും? ഈ ലോകം മൊത്തം തൂക്കിയ 65 പറഞ്ഞാൽ ഇവളുടെ വെയിറ്റ് ആണ് 65. എന്റെ ലോകം എന്ന് പറഞ്ഞാൽ ഇവളല്ലേ. ഇങ്ങനെയൊക്കെ മറുപടി. എനിക്ക് സത്യം, നിങ്ങൾ 3 സെലിബ്രിറ്റികളല്ലേ, നിങ്ങൾ എത്രയോ മനുഷ്യരെ കാണുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപായം എനിക്ക് പറഞ്ഞുതരാൻ പറ്റും? അല്ല, അങ്ങനെയാണ്. ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. ഒരു ന്യൂജൻ ഐഡിയ. നോക്ക്, ഈ കോളേജ് പഠിച്ചല്ലേ? അതെ. കോളേജ് റീയൂണിയന് പോകുന്നു പറ. കാരണം ഇപ്പൊ ഈ വാർത്തകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, റീയൂണിയനൊക്കെ പോയി കഴിഞ്ഞാൽ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ കേറിയിട്ട് പഴയ നമ്മുടെ സുഹൃത്തുക്കളെ കാമുകന്മാരെയൊക്കെ കാണും. അവരൊക്കെ ഒന്ന് കാണുകയും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ ഞാൻ റീയൂണിയന് പൊക്കോട്ടെ എന്ന് പറയുമ്പോ ചിലപ്പോ ഒരു ദേഷ്യം വന്നാലോ. പൊന്നേട്ടാ, ഞാൻ ഈ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒന്നും അത്ര ആക്റ്റീവ് ഒന്നും അല്ല. പക്ഷെ എനിക്ക് 10ാം ക്ലാസ്സിലെ ഗ്രൂപ്പൊക്കെ ഉണ്ട്. ആ ഗ്രൂപ്പിലൊന്നും ഞാൻ കയറാറില്ല. പുള്ളി തന്നെയാണ് ചാറ്റ് ചെയ്യുന്നത്. ചാറ്റ് ചെയ്തിട്ട് പറയും, അടുത്ത മാസം 19-ാം തീയതി അല്ലേ നിങ്ങളുടെ റീയൂണിയൻ? അയ്യോ, ഇവളെയും വിളിച്ചോണ്ട് പോണം കേട്ടാ. എന്റെ കൊച്ചിന് അത് ഭയങ്കര ഹാപ്പി ആവും. കൊച്ചില്ലാതെ പോവല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങേര് തന്നെയാ മെസ്സേജ് അയച്ചോണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതും പൊളിഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാനൊരു ഐഡിയ പറയാം. പറഞ്ഞോട്ടെ? പറഞ്ഞു. സ്നേഹത്തിനൊന്ന് സഹകരിക്കണം. 2 മിനിറ്റ് ഒന്ന് മാറിക്കണം. അതെനിക്ക് പുള്ളിക്കാരിയോട് മാറിക്കട്ടെ. എത്ര കുട്ടികളുണ്ടെന്നാ പറഞ്ഞേ? ഒരു മോൻ, ഉണ്ണിക്കുട്ടൻ. നമ്മളെന്തായാലും ചില നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചില ചെറിയ കള്ളങ്ങളൊന്നും പറയുന്നോണ്ട് കുഴപ്പമില്ല. ചില തെറ്റുകളൊക്കെ പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. അതായത് ഈ ഉണ്ണിക്കുട്ടൻ അയാളുടെ കൊച്ചലെന്നങ്ങ് പറഞ്ഞു. മോനില്ലേ ആകെ ഉള്ളൊരു കുട്ടി, ഉണ്ണിക്കുട്ടൻ്റെതല്ലെന്നങ്ങ് പറഞ്ഞു. ഞാൻ പറയട്ടെ, ഇത് കേട്ട് കഴിഞ്ഞാൽ ഈ സ്നേഹജന്റെ കലിയും പ്രശ്നങ്ങളും ദേഷ്യവും ഒക്കെ കാണാൻ പറ്റും. സൈക്കോളജിക്കലി പെട്ടെന്ന്. കാരണം ഏതെങ്കിലും ഒരു അച്ഛന്റെ അടുത്ത് സ്വന്തം കുഞ്ഞല്ലെന്ന് പറഞ്ഞാൽ വെറുതെ പറഞ്ഞാൽ മതി, അതോടുകൂടി കലി കാണാം. ഇത് സംഭവം നടക്കും. ആ മൂഡിലേക്ക് ആദ്യം നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കാണ്. വിളിക്കുന്നു ഭയങ്കര ഒരു അല്ല, ഇതെങ്ങനെ
പൊന്നെ എന്തടി മുത്ത എന്തടി? ഒന്നുമില്ല സ്നേഹം ചേട്ടാ. വാ എന്തെങ്കിലും നിനക്ക് എന്തെങ്കിലും വേണം, കുടിക്കാൻ എന്തെങ്കിലും വേണം? ഇല്ല ഒന്നും വേണ്ട. ഞാൻ ഷാർജ ജ്യൂസ്. ഇവരുമായിട്ടൊക്കെ കുറച്ചേരം സംസാരിച്ചല്ലോ. ഇല്ലില്ല ഒന്നും പറഞ്ഞില്ല. അപ്പൊ പപ്പുച്ചേട്ടൻ പറഞ്ഞ മനസ്സിൽ എന്തെങ്കിലും ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ സ്നേഹൻ ചേട്ടനോട് പറയാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അങ്ങ് തുറന്ന് പറയാൻ പറഞ്ഞു. നമ്മൾ തമ്മിലൊന്നും പറയുന്നില്ല, എല്ലാ കാര്യവും എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്റെ ഉള്ളിൽ കിടന്ന് 6 വർഷമായിട്ട് ഒരു കാര്യം വിങ്ങുന്നുണ്ട്. അതെനിക്ക് പറയണം. പറയട്ടെ സ്നേഹൻ ചേട്ടാ, നമ്മുടെ ഉണ്ണിക്കുട്ടനില്ലേ, നമ്മുടെ മോൻ ഉണ്ണിക്കുട്ടൻ നമ്മുടെ വീട്ടില്, അത് സ്നേഹൻ ചേട്ടന്റെ കൊച്ചല്ല. അതിനെന്താ മുത്തേ? എന്റെ കൊച്ചല്ലേ നിന്റെ കൊച്ചല്ലേ? അത് നമ്മുടെ കൊച്ചല്ലേ, നമുക്ക് അതിനെ വളർത്താം. അത്യാവശ്യം ലേഡീസിന്റെ ഫ്രീഡം അനുഭവിക്കുന്ന ഒരു മോഡേൺ ഫാമിലി ഉള്ള ആളാണ് ഞാൻ. നമുക്ക് നമ്മുടെ കുഞ്ഞിനെ വളർത്താം. എലീന അല്ലേ പറഞ്ഞ ഇതുപോലത്തെ ഭർത്താവിനെ കിട്ടുന്ന ഭാഗ്യമാണെന്ന്? വേണോ? എനിക്കൊരു താല്പര്യം തോന്നുന്നില്ല. സ്നേഹമാ. ഐ ആം റിയലി സോറി ചേച്ചി. സ്നേഹജ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മുത്തേ വാ, നിന്റെ ജ്യൂസ് കുടിക്കാൻ കണ്ണൊക്കെ താന്നു തുടങ്ങി. വാ. എന്റെ കാര്യം സോറി. പോട്ടെ. നല്ലതായിരുന്നു ഫാമിലിയൊക്കെ കാണാൻ. നമുക്ക് നമ്മുടെ വീട്ടിൽ പോകണ്ടാണ്. അവിടെ ഇതുപോലെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ പറഞ്ഞൊക്കെ വെറുതെയാണ്. എല്ലാം പറഞ്ഞ JK. ഓക്കെ ബൈ, ഗുഡ് നൈറ്റ്.